ഹായ് ഫ്രണ്ട്സ്, വിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം നമ്മുടെ ലൈസൻസുകൾ നമുക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് വെക്കാം. എന്നിട്ട് പരിവാഹനിൽ നിന്നും നമ്മളൊരു ബാർകോഡ്, നമ്മുടെ ലൈസൻസിന്റെ ബാർകോഡ് എടുത്ത് പ്രിന്റ് എടുത്ത് നമ്മുടെ വാഹനത്തിന്റെ You need to log in for this feature. Do you want to sign in എന്ന് ചോദിക്കും. അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടിന്യൂ. ഇപ്പോൾ ഇവിടെ പരിവാഹൻ യുവർ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് വിത്ത് us, പ്ലീസ് സൈൻ അപ്പ് എന്ന് കാണിക്കും. അവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആവശ്യമുള്ളത് അത് നമ്മൾ കൊടുക്കുക. അതിന് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ അടിയിൽ ചെറിയൊരു എഗ്രി ബട്ടൺ ഉണ്ട്. ആ എഗ്രി ബട്ടൺ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഈ OTP നമുക്ക് OTP ബാറിൽ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ OTP വന്നിട്ടുണ്ട്. നമ്മൾ ആ OTP നോക്കിയിട്ട് ഇനി ഇവിടെ നമ്മുടെ പേര് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളിടത്ത് നമ്മുടെ പേര് നമ്മൾ കൊടുക്കുന്നു. അടിയിൽ നമ്മുടെ നമ്പർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൈനപ്പ് എന്നുള്ളിടത്ത് സൈനപ്പ് ബാറിൽ ടച്ച് ചെയ്യുക. ഇനി DL ഡാഷ്ബോർഡ് വരും. അവിടെ ലെൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഒരിക്കൽ കൂടി സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുകയോ ചെയ്യുക. ഇനി സെർച്ച് ബാറിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡാഷ്ബോർഡ് കിട്ടും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മുടെ ബാർകോഡ് കിട്ടുകയായി. ഇതാണ് നമ്മുടെ ബാർകോഡ്. ഇതിന് നമ്മൾ സ്ക്രീൻ സേവർ എടുക്കുകയോ അതുപോലെ നമ്മുടെ
ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് താഴേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതിന് താഴത്തെയുള്ള ഡൗൺലോഡ് ബട്ടൺ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഇതിനെ ഒരു സ്ക്രീൻ സേവർ 3 വിരൽ ഇങ്ങനെ എടുത്തിട്ടിട്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സ്ക്രോൾ എന്ന ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും സ്ക്രീൻ സേവറായിട്ട് വരുന്നതായിരിക്കും. ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഇതിൻ്റെ ഈ ബാർകോഡ് മാത്രം മുറിച്ചെടുത്ത് നമ്മുടെ കാറിൻ്റെ ചില്ലയിൽ ഒട്ടിക്കുകയോ പേഴ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക. ഇനിയും പുതിയ നല്ല ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി. ഓക്കെ, ടേക്ക് കെയർ.